Hello, this is Sweetie from Axis Language School. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയ OETയും IELTSഉം പഠിക്കാൻ ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ എപ്പോഴത്തെയും ചോദ്യമാണ്, അല്ലെങ്കിൽ അവരുടെ സംശയമാണ്, എത്ര നാൾ ഞാൻ ഈ കോഴ്സ് പഠിക്കണമെന്ന്, എന്നാണ് ഞാൻ ഡേറ്റ് എടുക്കേണ്ടതെന്ന്. ഏറ്റവും ഫ്രീക്വൻ്റ്ലി ആയിട്ട് വരുന്ന ചോദ്യമാണത്. റെഗുലർ കോഴ്സിൻ്റെ എൻക്വയറി വരുമ്പോഴും സ്ഥിരമായി കേൾക്കുന്ന ചോദ്യമാണ്, 1 month ആണോ അല്ലെങ്കിൽ 2 months ആണോ 3 months ആണോ ഞാൻ ഇത് പഠിക്കേണ്ടത്, 15 ദിവസം മതിയോ 5 ദിവസം പഠിച്ചാൽ മതിയോ എന്നിങ്ങനെ കോഴ്സ് ടൈമിനെ പറ്റി പല സ്റ്റുഡൻസിനും ഡൗട്ടാണ്. ഇപ്പോൾ നിങ്ങളിൽ തന്നെ OETയും IELTSഉം PTയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സെയിം കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു ഡൗട്ട് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കോഴ്സസിന് എന്ന് ഡേറ്റ് എടുക്കണം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് എന്നതിലാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പല കുട്ടികൾക്കും നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ലാംഗ്വേജ് അസസ്മെൻറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും നമുക്ക് ആ വ്യക്തിയുടെ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ വളരെ പുവറാണെന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ബേസിക്സ് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ബേസിക്സ് മുതലുള്ള ഇംഗ്ലീഷ് ടേംസും റൂൾസും പഠിപ്പിച്ചു കൊടുക്കും. അതിനായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും എക്സ്പേർട്സുമായിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. വളരെ റെലവൻറ്റും ഇൻഫോർമേറ്റീവും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലുമുള്ള ക്ലാസ്സസ് ആയിരിക്കും അവർ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാമർ ക്ലാസ്സസിൽ ആണെങ്കിലും സ്കിൽ ബേസ്ഡ് ലാംഗ്വേജ് പഠിപ്പിക്കും, സ്പീക്കിംഗ് പഠിപ്പിക്കും. അപ്പോഴും പല സ്റ്റുഡൻസും 1 week കഴിയുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഗ്രാമർ വേണ്ട, ഞങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ സ്പീക്കിംഗ് വേണ്ട, ഞങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ട എന്ന്. ബിക്കോസ് അവർക്ക് ധൃതിയാണ് ഞങ്ങൾക്ക് OET പഠിക്കണമെന്ന്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, OET ആണെങ്കിലും IELTS ആണെങ്കിലും രണ്ടും ലാംഗ്വേജ് അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ദേ ആർ അസസിങ് യുവർ ലാംഗ്വേജ്. അതുകൊണ്ട് എന്ന് പഠിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഡേറ്റ് എടുക്കണമെന്ന്, എന്ന് പഠിക്കണമെന്ന്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക്സ് അറിയില്ല എങ്കിൽ അവിടെ നോ ഷോർട്ട് കട്ട്സ്, നിങ്ങൾക്കത് ക്ലിയർ ചെയ്തേ മതിയാവുള്ളൂ. ബേസിക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് മാത്രം OETയും IELTSഉം തുടങ്ങുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവാതെയും അറിയത്തില്ലാതെയും വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, ബട്ട് യു ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. അപ്പോൾ അവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരും, അതുപോലെ തന്നെ സെൻറ്റൻസസ് കണക്ട് ചെയ്യുന്നിടത്ത് പല മിസ്റ്റേക്സും വരും. ദെൻ നിങ്ങൾ ഫെഡപ്പ് ആകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും OETയും IELTSഉം നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന്. അപ്പോൾ ഇതിന് കാരണം വേറൊന്നല്ല, ബേസ് ഇല്ലാത്തതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ബിൽഡിങ്ങിന് കറക്റ്റ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ കൊളാപ്സ് ആവും. അതുപോലെ തന്നെയാണ് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം തന്നെ നഷ്ടമാകും. യു ഹാവ് ടു ലേൺ ബേസിക്സ്. അതിനകത്ത് നിങ്ങളുടെ ടാലൻറ്റ്, ലാംഗ്വേജ്, നിങ്ങളുടെ എബിലിറ്റി, അതിൻ്റെ ബേസിലാണ് നിങ്ങൾ എത്ര നാൾ പഠിക്കണമെന്ന റിസൾട്ട് വരുന്നത്. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ബേസിക് ഒരു സെക്ഷൻ, OET ഒരു സെക്ഷൻ, ഓർ ബേസിക്കിന് ഒരു സെക്ഷൻ, IELTSന് ഒരു സെക്ഷൻ. അതിന് നിങ്ങൾ എത്ര നാളെടുത്ത് നിങ്ങളതിൽ ബ്രില്യൻ്റ് ആകുന്നു, അതിൽ എക്സ്പേർട്ട് ആകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെരി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര നാൾ കോഴ്സ് പഠിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ സെൽഫ് അസസ്മെൻറ്റ് നടത്തുക. എനിക്ക് ഇംഗ്ലീഷിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ചാണെങ്കിൽ ടൈം എടുത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ദെൻ സ്വിച്ച് ടു OET ഓർ IELTS. ദെൻ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എടുക്കാം. കൂടെയുള്ളവർ എടുക്കുമ്പോഴല്ല എക്സാം ഡേറ്റ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്ന് തോന്നുന്നുവോ, യെസ് ഞാൻ എക്സാമിന് കോൺഫിഡൻ്റ് ആണ്, OET ഞാൻ പഠിക്കാൻ റെഡിയായി, അല്ലെങ്കിൽ IELTS പഠിക്കാൻ ഞാൻ റെഡിയായി എന്ന്, വെൻ യു റിയലൈസ് യു ആർ പ്രിറ്റി കോൺഫിഡൻറ്റ് ടു റൈറ്റ് ദി എക്സാം എന്ന് തോന്നുമ്പോൾ ഡേറ്റ് എടുക്കുക. എനിക്ക് ടൈമില്ല, ഡേറ്റ് ഇല്ല, ലീവില്ല, വേഗം ഓസ്ട്രേലിയ പോകണം അല്ലെങ്കിൽ UK പോകണം എന്ന് ചിന്തിക്കുകയുണ്ടാവരുത് നിങ്ങൾ ഡേറ്റ് എടുക്കേണ്ടത്. യു വർക്ക് ഹാർഡ്, ബേസിക്സ് പഠിക്കുക, കാര്യങ്ങൾ ലേൺ ചെയ്യുക. അതിനുശേഷം വെൻ യു ആർ കോൺഫിഡൻറ്റ് ടു ഫേസ് ദി എക്സാം, അപ്പോൾ നിങ്ങൾ ഡേറ്റ് എടുക്കുക, എക്സാം എഴുതുക. ചിലപ്പോൾ ചിലർക്ക് 3 or 4 മാസങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. ബട്ട് അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾ എന്ന് പ്രിപ്പയർ ആകുന്നു അന്ന് ഡേറ്റ് എടുക്കുക. നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. കുറേ കുട്ടികളുടെ അറിവും ഫ്യൂച്ചറും വികസിപ്പിച്ചെടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ആക്സിസ് ലാംഗ്വേജ് സ്കൂൾ, എസ്പെഷ്യലി OETയിലും IELTSലും ഒക്കെ. നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. And thank you so much for watching this video.